എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്, ഇന്ന് പിന്നെ 38 ഞാൻ പറഞ്ഞത് ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു, ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്, ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്, പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം ഉണ്ടാകുന്ന പോലെ അറിയാത്ത ഒരാളാണ്. അത് പോലീസിന്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കെയിലോ എവിടെയോ ഒരു കംപ്ലൈന്റ് ആൾക്കാർ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂയിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് വൈനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എൻ്റെ വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാൻ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ. ഞാൻ ഇപ്പോഴും പറയണം, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കെയിൽ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസെർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കെയിൽ മെമ്പറാണ് പറയുന്ന ബ്ലേറ്റന്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല. എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും.
എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന്, ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല, സംസാരം ഉണ്ടായിട്ടില്ല. സംസാരം വളരെ ഇമോഷണൽ ആയിരുന്നു, ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആള് പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തു, സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താണ്? എൻ്റെ ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസിൽ എത്ര സിനിമകളുണ്ട് ഞാൻ പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ഇനി സേവാവർത്തി SDPIയിലേക്ക് കൊണ്ടുപോകണം, ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളയപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവനുള്ളത് മാളയപ്പുറം അഗ്രസീവ് പ്രൊമോഷൻ, പിന്നെ ഹിന്ദുത്വ അജണ്ട, പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗൻഡ സിനിമ, പിന്നെ മാർക്ക് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് വന്നതിന് ശേഷം. അതിന് മുന്നൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ണിക്ക് വിഷമമുണ്ടായിരുന്നു? ഉണ്ണിക്ക് മാർക്ക് കഴിഞ്ഞോ, പിന്നെ സിനിമകൾ വരാത്തതിൽ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. അപ്പോൾ അതിന്റെ വിഷമമാണ് തന്നോട് തീർത്തതെന്നാണ് വിപിൻ പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് എത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയില്ല, ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾക്ക് എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയണ ഒരു സിനിമ, അത് മേപ്പടി എന്നത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാള് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയണത് ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടന്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതില് എന്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എന്റെ മാർക്കോ സിനിമ ഹിറ്റ് ആയപ്പോൾ ഞാൻ അവന്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. AR ഹിറ്റ് ആയപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. അത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. കുറച്ച് സ്റ്റിക്കറൊക്കെ കളിച്ചു. അല്ല, അവന് പറയേണ്ട ആവശ്യമില്ല. അത്രയും സില്ലിയ കാര്യമാണ്. എനിക്കറിയില്ല ബോസ്, ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എനിക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവരിക. നിങ്ങൾ അമ്മ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ അത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാൻ പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ്. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞോടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാൻ, ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്തു വരാനാണ്. പുള്ളി ഡെഫിനറ്റ്ലി എന്റെ കൂടെ നിൽക്കുമ്പോൾ ചില പേടിച്ചിരുന്നു. ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാണ്. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫോർ മൈ സെൽഫ്. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിനു ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു.
അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാം, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാരെ ഇവിടെ കൂട്ടത്തില്ല. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്ന് പിന്നെ 38 ആവും. ഞാൻ പറഞ്ഞത് ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു, ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം ഉണ്ടാകുന്ന പോലെ അറിയാത്ത ഒരാളാണ്. അത് പോലീസിന്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കെയിലോ എവിടെ ഒരു കംപ്ലൈന്റ് ആൾക്കാർ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂയിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാൻ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയണം, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കെയിൽ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസെർച്ചിന്റെ ഭാഗമായിട്ട്
എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കയിലും മെമ്പറാണ് പറയുന്ന ബ്ലേറ്റന്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല, എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇത് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന്, ബിക്കോസ് നിങ്ങൾ എല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല, സംസാരം ഉണ്ടായിട്ടില്ല. സംസാരം വളരെ ഇമോഷണൽ ആയിരുന്നു, ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആള് പോലീസിനടുത്ത് മൊഴി കൊടുത്തു, സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ? ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താണ്? എൻ്റെ